എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുദേവ് നിത്യാനന്ദയുടെ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. അപ്പം ഇതായിരിക്കും ആ സീരീസിൽ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു രത്നച്ചുരുക്കമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് നിർത്താൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും ഗണേഷ്പുരി പോകണമെന്നുണ്ട്. ബോംബെയിൽ അടുത്താണ്, ഗണേഷ്പുരിയിലാണ് ഗുരുദേവ് നിത്യാനന്ദ സമാധിയായ സ്ഥലം. അപ്പോൾ എനിക്ക് എന്തായിരുന്നാലും അവിടെ പോകണമെന്നുണ്ട്. അവിടെ പോയിട്ട് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാം. അതിനെ നിങ്ങൾക്ക് ഇനിയൊരു നല്ല 1 or 2 വീഡിയോ ആയിട്ട് പങ്കിടാം. ഓക്കെ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒടുക്കം തന്നിരിക്കുന്നത്, അതായത് ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു രത്നച്ചുരുക്കത്തിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട്, ഇത് ലാസ്റ്റ് വീഡിയോ ആയിട്ട് തൽക്കാലം ഇവിടെ വെച്ച് അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ 1931 ഈ ഗുഹകളുടെ എല്ലാം കംപ്ലീഷൻ എന്ന് വെച്ചാൽ ഗുഹയെല്ലാം പണിഞ്ഞ് അതിൻ്റെ സിമൻ്റൊക്കെ പൂശി എല്ലാം തീർത്ത് വയ്ക്കുന്ന ഒരു സമയം 1931 അത് സംഭവിച്ചത്, കാഞ്ഞങ്ങാട്. അത് കഴിഞ്ഞിട്ട് വടക്കോട്ട് പോകാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നിത്യാനന്ദ കോട്ടയുടെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഒരു ഗുഹ ഉണ്ട്. അതിനകത്ത് ഗുരുദേവ് നിത്യാനന്ദ കുറേ നാൾ താമസിച്ചിട്ടുണ്ട്. അതിനകത്ത് അറകളൊക്കെ ഉണ്ട്. അവിടെ അതിനകത്തിരുന്ന് ധ്യാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നു. പക്ഷെ നമ്മളെ അതിനകത്ത് വിടാത്തതിന് പല കാര്യങ്ങളുണ്ട് തന്നെ. ആൾക്കാരൊക്കെ അതിനകത്ത് പോയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് അവിടെ മറച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഗുഹ വഴിയാണ് നോർത്തിലോട്ട് പോയി ഗണേഷ്പുരിയിൽ എത്തിയത് എന്ന് ആൾക്കാർ പറയുന്നുമുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതകളും ആ ഗുഹയുടെ എൻട്രൻസിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് പിടിച്ചോ ഒരു ട്രെയിൻ പിടിച്ചോ ഗുരുദേവിന് പോകേണ്ട കാര്യമില്ല. മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഇന്നിവിടെ കാഞ്ഞങ്ങാട്, നാളെ ഗണേഷ്പുരി, അല്ലെങ്കിൽ ഈ നിമിഷം കാഞ്ഞങ്ങാട്, അടുത്ത സെക്കൻഡ് ഗണേഷ്പുരിയിൽ ഇരിക്കാനുള്ള ശക്തി ഉള്ളതാണ് നമ്മുടെ ഗുരുദേവ്. ഓക്കെ. അപ്പോൾ ആ ഗുഹ വഴിയായിട്ടാണ് പോയത് എന്നാണ് ആൾക്കാർ പറയുന്നത്. അത് സത്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ ഗുരുദേവിന് അതുമല്ല അതിൻ്റെ അപ്പുറത്തേയും ചെയ്യാനുള്ള സിദ്ധികളുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ആദ്യം ബോംബെയിൽ എത്തിയപ്പം കുർള എന്നൊരു സ്ഥലമുണ്ട്, ഒരുപാട് പേര് കേട്ട് കാണും. ആ കുർള എന്നുള്ള സ്ഥലത്ത് കുറച്ച് ദിവസമായിട്ട് ഒരു പൈപ്പിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. അപ്പം ബോംബെയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഒരു പുതിയ സംഭവമാണ്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾ കറുകറുന്നുള്ള കളറിൽ ദേഹം കറുകറുന്നിരിക്കുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾ ഈ പൈപ്പിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്ന എന്തിനാ? ഇതാര് എന്ന് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അതിലൊരാൾ സീതാറാം ഷെനോയ് എന്നുള്ള ഒരാൾ ഗുരുദേവനെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കുറേ ദിവസം താമസിപ്പിച്ചു. എത്രയോ നാൾ കഴിഞ്ഞ് ഈ ഷെനോയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഗുരുദേവ് ശരിക്കും ആഹാരം കഴിച്ചത്. അപ്പം ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ആഹാരം കഴിക്കാതിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആഹാരം കിട്ടാത്ത കൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ അവർക്ക് നമ്മൾ പോലെ ഒരു ദിവസം 3 നേരം കഴിക്കണം, അല്ലെങ്കിൽ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ക്ഷീണം, അതൊന്നും അവർക്കില്ലല്ലോ. അവരതെല്ലാം കടന്ന ഒരു സ്റ്റേറ്റിലാണല്ലോ. അപ്പോൾ അവർക്ക് ഈ ഫുഡ് കഴിക്കുന്നത് ഫുഡ് വഴി, അല്ലെങ്കിൽ കാറ്റ് വഴി, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് വഴി അവർക്ക് ശക്തി കിട്ടണമെന്നില്ല. അവർ സദാ പ്രപഞ്ചത്തിൻ്റെ കൂടെ കണക്റ്റഡാണ്. അപ്പം പ്രപഞ്ചത്തിൽ നിന്ന് അവർക്ക് എപ്പോൾ ശക്തി വേണോ അപ്പോൾ അവർ വലിച്ചെടുത്തോളും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വെള്ളം കുടിക്കണമെന്നോ ഫുഡ് കഴിക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. അതാണ് ഗുരുദേവിൻ്റെയും സ്ഥിതി. അപ്പം കുർളയിൽ കുറച്ച് നാളിരുന്നു. പിന്നെ 1934 അഗ്രോലി, അതായത് കുർളയിൽ നിന്ന് ഏകദേശം ഒരു 19 കിലോമീറ്റർ കാണും, അഗ്രോലി എന്നുള്ള ഒരു സ്ഥലത്ത് പോയി. അതൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഉള്ള ആൾക്കാർക്കൊക്കെ
ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വെള്ളമില്ല, വരൾച്ചയാണ്, ചൂട് കൂടുതൽ, കുടിവെള്ളമില്ല, കിണറുകളില്ല, അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്തിനെയാണ് നമ്മുടെ ഗുരുദേവ് സെലക്ട് ചെയ്തത്. അപ്പം ഗുരുദേവ് അവിടെ പോയിട്ട് കിണർ തോണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് ഒരു ആശുപത്രി കെട്ടി, 1-2 സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടാക്കി, നല്ല, അതായത് വഴിപ്പോക്കന്മാർക്കൊക്കെ താമസിക്കുന്ന പോലെ. അപ്പം ഗുരുദേവിൻ്റെ പ്രസൻസ് വന്നേ പിന്നീട് ആ അഗ്രോളി എന്ന് പറയുന്ന ഗ്രാമം തന്നെ വളരെ ചെഴിച്ച് വരുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ വജ്രേശ്വരി എന്നുള്ള ഒരു അമ്പലത്തിൻ്റെ അടുത്ത് പോയി ഗുരുദേവ്. അവിടെ അമ്പലത്തിൻ്റെ അവിടെ താമസിക്കാൻ തുടങ്ങി. ഈ വജ്രേശ്വരി ടെമ്പിളിനെ കുറിച്ച് സ്വാമി മുക്താനന്ദായും അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സ്വാമി മുക്താനന്ദായും വജ്രേശ്വരി ടെമ്പിളിൽ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വജ്രേശ്വരി ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ ഫേമസാണ് അവിടെ. അതായത് 1742 ഈ പേഷ്വ എന്നുള്ള ഒരു ജാതി, അതിലുള്ള ഒരു രാജാവ് അദ്ദേഹത്തിന് ദേവിയുടെ പുറത്തുള്ള ഭക്തിയെ കാരണം ഈ വജ്രേശ്വരി ടെമ്പിളിനെ കെട്ടി എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. അതായത് അപ്പോഴൊക്കെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ എല്ലാ രാജാക്കന്മാരെയും. അവരുടെ അടുത്തൊന്ന് പണം വസൂൽ ചെയ്യുക, വരി കെട്ടണമെന്ന് പറയുക, അവരുടെ കീഴിൽ അടക്കി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പേഷ്വ മഹാരാജയ്ക്ക് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴടക്കലിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റി. അത് അദ്ദേഹത്തിൻ്റെ ദേവിയുടെ പുറത്തുള്ള ഭക്തി കാരണമാണ് എന്ന് ഉറച്ച ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഈ വജ്രേശ്വരി എന്നുള്ള ഒരു ടെമ്പിൾ നിർമ്മാണിച്ചു. അപ്പോൾ 1936 വജ്രേശ്വരിയിൽ നിന്ന് ഗണേഷ്പുരി എന്നുള്ള ഒരു സ്ഥലത്ത് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഗണേഷ്പുരിയിലാണ് ബാക്കി ജീവിതം അവിടെയാണ് കഴിഞ്ഞുകൂടിയത്. ഗുരുദേവ് നിത്യാനന്ദ ഏകദേശം ഒരു 25 വർഷം അവിടെ താമസിച്ചു, പല പല സ്ഥലങ്ങളിലായിട്ട്. അപ്പം ഈ ഗണേഷ്പുരി എന്ന് പറയുന്നത് തന്നെ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് സമാധിയായത്, അവിടെയാണ് ഒരു ആശ്രമമുള്ളത്. അതിൻ്റെ പുറയിൽ ഭീമേശ്വർ എന്നൊരു ശിവക്ഷേത്രമുണ്ട്. ഭീമേശ്വർ എന്ന് പറയുന്നത് ഈ ജ്യോതിർലിംഗത്തിൽ 12 ജ്യോതിർലിംഗമുണ്ട് ഇന്ത്യയിൽ. അതിൽ ഏകദേശം 10 ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭീമേശ്വറിൽ ഒരു ജ്യോതിർലിംഗമുണ്ട്. ഈ ഭീമാശങ്കർ എന്ന് പറയും. ഈ ഭീമേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരായിരിക്കും, ശിവൻ്റെ പേരും അത് തന്നെയാണ്, ഭീമാശങ്കർ. ഭീമേശ്വർ അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയി ജ്യോതിർലിംഗം ദർശനം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ചെന്നൈ പോയിട്ട് ചെന്നൈയിലിരുന്ന് പൂനെക്ക് ഫ്ലൈറ്റ് എടുത്ത് പൂനെയിൽ നിന്ന് ഒരു കാറ് വെച്ചുകൊണ്ടാണ് ഈ ഭീമാശങ്കർ ടെമ്പിളിലൊക്കെ ഞങ്ങൾ പോയി കണ്ടത്. ഞങ്ങളെല്ലാവരും കൂടെ പോയി. പക്ഷേ അപ്പം ഗണേഷ്പുരിയെക്കുറിച്ചോ ഗുരുദേവിനെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അപ്പം തന്നെ ഞാനൊന്ന് പോയിരുന്നേനെ. സാരമില്ല, അതിൻ്റെ സമയം ഇനി അടുത്തിട്ടില്ല. എനിവേ അടുത്ത കാലത്ത് ഞാൻ പോകാൻ പ്ലാൻ ചെയ്തു. അവിടെയൊക്കെ നമുക്ക് ജൂൺ 1 തീയതി 2 തീയതി ആകുമ്പോൾ ഇടവപ്പാതി നമുക്ക് തുടങ്ങും. ഇവിടെ ജൂണിൽ മഴ പെയ്താൽ ജൂലൈയിലൊക്കെ ബോംബെയിലൊക്കെ തകർത്ത് പെയ്യുന്ന സമയമാണ്. അപ്പം ഈ മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. മഴയൊക്കെ വന്നിട്ട് പോട്ടെ. അവിടുത്തെ മഴയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മഴയാണ് അവിടുത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ നമ്മുടെ ഈ മോൺസൂൺ നേരെ തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി വടക്ക് നോക്കി പോകുമ്പം ബോംബെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് മാറുന്നത്. അതൊക്കെ ഒന്ന് കഴിയട്ടെ. അതിന് പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പോയി 4-5 ദിവസം അവിടെ നിന്നിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ ഭീമേശ്വർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ
ഗുരുദേവ് കുറേ നാൾ താമസിച്ചു. അതിന് പിന്നെ 1938 3 മുറികളുള്ള ഒരു ചെറിയ ആശ്രമം പണിഞ്ഞു. അതിൽ നടുക്കുള്ള മുറിയിലാണ് നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ താമസിക്കുന്നതും ആൾക്കാർക്ക് ദർശനം കൊടുക്കുന്നതും. ആ ആശ്രമത്തിന് വൈകുണ്ഠം എന്ന് പേരിട്ടു. ഈ വൈകുണ്ഠം ആശ്രമത്തിൽ ഗുരുദേവ് കുറേ നാളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഈ ഒടുക്കം വരെ സമാധിയാകുന്നവരെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. വൈകുണ്ഠം എന്നുള്ള ആശ്രമം ഇതിൽ 3 മുറിയേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരെല്ലാം ഒരുപാട് പേര് കാണാൻ വരുന്നതുകൊണ്ട് ആ സ്ഥലം പോരാതെ വേറൊരു വലിയ ഒരു സ്ഥലം ആശ്രമം കെട്ടി. അതിന് പേരിട്ടതാണ് അതിനാണ് എന്തുവാ പേരിട്ടത്? കൈലാഷ് ആശ്രമം പേരിട്ടു. ആ കൈലാഷ് ആശ്രമത്തിലാണ് ഒരുപാട് വർഷങ്ങൾ ഗുരുദേവ് താമസിച്ചതും ആൾക്കാർക്ക് ദർശനം കൊടുത്തതുമൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ കൈലാഷ് ആശ്രമവും വൈകുണ്ഠ ആശ്രമം ഇതെല്ലാം വന്ന് ആ ഗണേഷ്പുരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശ്രമങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഇനി നേരിട്ട് പോകുമ്പോഴേ കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താ ഈ 1956 ഏപ്രിൽ 19 ഈ ബുക്ക് എഴുതിയ ഓത്തർ, ഈ ബുക്ക് എഴുതിയ ആൾ ഗുരുദേവിനെ ഗണേഷ്പുരി പോയി കണ്ട ദിവസമാണ് അത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ സന്തോഷം ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ 1961 നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ സ്വാമി മഹാസമാധിയായത്. അപ്പം മേയിൽ പറഞ്ഞു ഇനിയൊരു 2 മാസത്തിനകം ഈ സ്ഥലത്ത് വലിയ ആൾക്കൂട്ടം വരാൻ പോവുകയാണ്, ആൾക്കാരിങ്ങനെ ഇഷ്ടം പോലെ വരുന്ന ഒരു സമയം അടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ആരും തന്നെ ഗുരുദേവ് സമാധിയാകാൻ പോകുന്നെന്നോ ഗുരുദേവിനൊക്കെ മരണമല്ല, അവർ സമാധി എന്ന് വേണം പറയാൻ. ഗുരുദേവിൻ്റെ സമാധി കാലം അടുത്തു എന്നൊക്കെ ആരുമേ ചിന്തിച്ചില്ല. പക്ഷേ ആ സംഭവം നടന്നു. അതായത് ഓഗസ്റ്റ് 8 ചൊവ്വാഴ്ച രാവിലെ 10:43 ഗുരുദേവ് ഈ സ്ഥൂല ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് പോയത്. പിന്നെ 3 ദിവസം ദേഹത്തിനെ പൊതുദർശനത്തിനായിട്ട് വെച്ചിരുന്നു. ഓഗസ്റ്റ് 8 തൊട്ട് ഓഗസ്റ്റ് 10 വരെ പൊതുദർശനത്തിനായിട്ട് വെച്ചിരുന്നു. അതിന് പിന്നെ ഗണേഷ്പുരിയിലെ കൈലാഷ് ആശ്രമത്തിൽ നിന്ന് വൈകുണ്ഠ ആശ്രമം, ഈ 3 മുറിയുള്ള ആദ്യം കെട്ടിയ വൈകുണ്ഠ ആശ്രമം അവിടെ വന്നു. അവിടെ കൊണ്ടുവന്ന് അവിടെ വെച്ചായിരിക്കും മഹാസമാധി കെട്ടിയത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഗുരുദേവ് നിത്യാനന്ദയുടെ ശിഷ്യൻ സ്വാമി മുക്താനന്ദ മഹാസമാധിയായത് 1982 ഒക്ടോബർ 2 അടുത്ത കാലത്ത്. 1988 എന്ന് പറഞ്ഞാൽ വലിയ സമയമൊന്നും ആയിട്ടില്ല. പിന്നെ ഇനിയൊരു ഭക്തനുണ്ടായിരുന്നു, സ്വാമി ജനാനന്ദ. അദ്ദേഹത്തിൻ്റെ സമാധി ആണ് അവിടെ നിത്യാനന്ദ കോട്ടയിലുള്ളത്, കാഞ്ഞങ്ങാട്. അദ്ദേഹം സമാധിയായത് 1982 ഡിസംബർ 21 ഒരേ വർഷം 1982 2 ഭക്തന്മാരും മുക്തിയായി. ഓക്കെ, പിന്നെ നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലത്ത് മനസ്സിലാക്കിയത് എപ്പോഴുമേ വളരെ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണ്, എപ്പോഴും മൗനത്തിലാണ്. പക്ഷെ മുഖത്ത് എപ്പോഴും ഒരു തേജസ്സുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മുക്തി കിട്ടിയവർക്ക് ഒരു അടയാളമാണ് മുഖം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ആ മുഖത്തിലുള്ള ഒരു ചൈതന്യം എന്ന് പറയുന്നത് വേറെയാണ്. ആ ചൈതന്യം എപ്പോഴും മുഖത്തുണ്ട്, പക്ഷേ സംസാരമില്ല, വളരെ ചുരുക്കത്തിലായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ
സംസാരിക്കുമ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വാക്ക് സംസാരിച്ചാലും ആ വാക്കിന് അത്രയും വിലയുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ തുളസിയമ്മ എന്ന് പറഞ്ഞ ഒരു ഭക്ത എല്ലാം എഴുതിയെടുത്ത് അതിനെ 1929 തന്നെ കന്നഡ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്തു ബുക്കായിട്ട്. ആ ബുക്കിൻ്റെ പേരാണ് ചിദാകാശഗീത. ചിദാകാശം. ഈ ചിദാകാശം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പ്രപഞ്ചത്തിനെയാണ് ചിദാകാശം എന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ കന്നഡയിലിരുന്ന് കന്നഡ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബുക്കുകളൊക്കെ ഇവിടെ നിത്യാനന്ദ കോട്ടയിലും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പോയി വാങ്ങിക്കാൻ പോയപ്പം ഇതാണ്ടേ ചിദാകാശഗീത, ഇത് ഇംഗ്ലീഷ്, പിന്നെ ചിദാകാശഗീത തമിഴ്, ഈ 2 ബുക്കുവേ കിട്ടിയുള്ളൂ. മലയാളത്തിൻ്റെ കോപ്പി ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളം കൂടുതൽ അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നതാണ്. ഈ ബുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പം ഈ ബുക്ക് ചോദിച്ച് വാങ്ങിക്കുക. അത് ഫ്രീ ആയിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. ഫ്രീ ആണെങ്കിലും കാശാണെങ്കിലും ഇങ്ങനെ ഒരു ബുക്ക് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ അതിനകത്ത് വളരെയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കുറച്ചേ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വാക്കും വായിന്ന് വരുന്നത് മുത്താണ്. ആ മുത്തുക്കളെല്ലാം ഒന്നിച്ച് ചേർത്താണ് ഈ ചിദാകാശഗീത എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ. അപ്പം ഈ ബുക്ക് വായിക്കണം. അപ്പം കാഞ്ഞങ്ങാടുള്ളവരൊക്കെ അല്ലാത്തവരും അവിടെ പോകുമ്പോൾ ഈ ബുക്കിനെക്കുറിച്ച് പ്രത്യേകിച്ച് അന്വേഷിക്കണം. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ ഇഷ്ടമോ ഈ 3 ലാംഗ്വേജിലാണ് അവൈലബിൾ. ഇപ്പം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ ആ ബുക്ക് വായിക്കണം, മനസ്സിലാക്കണം. ഒരുപാട് പൊക്കിഷങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നേരത്തെ ഞാൻ ഈ ബുക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ബുക്കും നമ്മുടെ കോട്ടയിൽ നിത്യാനന്ദ ആശ്രമത്തിൽ അവൈലബിളാണ്. ഈ ഒരു ബുക്ക് ഇത് ഇംഗ്ലീഷിലാണ്. ജ്വൽസ് ഓഫ് സ്പിരിച്വൽ വിസ്ഡം. ആത്മീയതയിൽ ഞാൻ പറഞ്ഞില്ലേ ജ്വൽസ് എന്ന് പറയുമ്പോൾ മുത്തുക്കളുടെ ഇതാണ്. ഇത് ഞാൻ ഡിസംബറിൽ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ബുക്കാണ്. ഡിസംബർ 15 പോയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന ബുക്കാണ്. അപ്പം ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും ദിവസങ്ങളിൽ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ഈ തമിഴ് ബുക്കിൽ നിന്ന് വായിച്ചതാണ്. എന്നുവെച്ചാൽ എനിക്ക് തമിഴാണല്ലോ എളുപ്പം വായിക്കാൻ. അങ്ങനെ ഇതെൻ്റെ ഗുരുദേവൻ്റെ ഫോട്ടോ, അഭയമുദ്ര. ഇത് തന്നെയാണ് അവിടെ ഈ ഗുഹയുടെ മേളിലുള്ള നിത്യാനന്ദയുടെ അമ്പലത്തിലുള്ളത്. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ തുടയിൽ വെച്ചേക്കും, ഒരു കൈ ഇങ്ങനെ വെച്ചേക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതോടുകൂടി ഈ സീരീസ് അങ്ങ് ഇപ്പം തൽക്കാലം മതിയാക്കാം. ഇനി അടുത്തത് ഗണേഷ്പുരി പോകുമ്പോൾ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് വരാം. ഫോട്ടോസൊക്കെ എടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അത് എപ്പോഴൊന്നും നമുക്ക് പറയാനില്ല. ദൈവം എന്നെ എന്ന് പോകാൻ പറയുന്നു അന്ന് നമുക്ക് പോകാം, കാണാം, വരാം. എന്താ എല്ലാം ഈശ്വരൻ വിചാരിക്കുന്ന പോലെ നടക്കട്ടെ. എല്ലാ ടോട്ടൽ സറണ്ടറാണ്. സകലതും നമ്മളെ ആ ശക്തിയുടെ മുമ്പിൽ, ആ ദേവിയുടെ മുമ്പിൽ, ആ ശിവൻ്റെ മുമ്പിൽ അവരുടെ കാലടിയിൽ സമർപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിനെ ഇനി വഴി നടത്താൻ പോകുന്നത് ആ ശക്തിയാണ്. എല്ലാവരും നന്നായിരിക്കട്ടെ, സന്തോഷമായിട്ടും ആരോഗ്യത്തോടും നന്നായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.